ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അപ്പോസ്തലനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ സ്നേഹത്തിൽ പരസ്പരം ക്ഷമിക്കുവിൻ. അപ്പോസ്തലനായ പൗലോസ്ലീഹ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് ക്ഷമയെക്കുറിച്ചാണ്. പരസ്പരം സ്നേഹിച്ചുകൊണ്ട് അന്യോന്യം ക്ഷമിക്കുവാനുള്ള വലിയ ആഹ്വാനമാണ് അപ്പോസ്തലൻ ഈ വേദഭാഗത്ത് നൽകുന്നത്. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീണ 7 തിരുവായ്മൊഴികളിൽ അതിപ്രാധാന്യമുള്ള ഒന്നാണ് ഇവരോട് ക്ഷമിക്കുവിൻ എന്ന വാക്യം. കാരണം ഭീരുക്കൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ അസാമാന്യമായ ധൈര്യം വേണമെന്നാണ് സത്യവേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അമേരിക്കയിലെ മോഡലും നടിയും TV താരവും ബിസിനസ്സുകാരിയുമായിരുന്ന ഒരു ക്രൈസ്തവ വിശ്വാസിനിയായിരുന്നു കിം കദാഷി എന്ന് പറയുന്ന സ്ത്രീ. കിം കദാഷിയുടെ 34 കോടി രൂപ വില വരുന്ന ആഭരണങ്ങൾ 2016 പാരീസിലെ ഒരു ഹോട്ടലിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടു. കവർച്ച കേസ് പാരീസിലെ കോടതിയിൽ ഏറ്റവും അടുത്ത കാലത്താണ് വിചാരണയ്ക്ക് വന്നത്. അപ്പോൾ കോടതി മുറിയിൽ വെച്ച് നഷ്ടബോധത്താൽ കിം കദാഷി എന്ന് പറയുന്ന ഈ സ്ത്രീ വാവിട്ട് പൊട്ടിക്കരഞ്ഞു. അപ്പോഴാണ് കവർച്ച സംഘത്തലവൻ്റെ ഒരു ക്ഷമാപണ കത്ത് കോടതിയിൽ വായിച്ചത്. ആ ക്ഷമാപണ കത്തിൻ്റെ കൂടെ കവർച്ച ചെയ്ത സാധനങ്ങൾ, ആഭരണങ്ങൾ തിരിച്ചു തരുമെന്ന് യാതൊരു സൂചനയുമില്ല. മറിച്ച് കേവലം ഒരു ക്ഷമാപണ കത്താണ് കവർച്ച സംഘത്തിൻ്റെ തലവൻ കോടതിയിൽ നൽകിയിരിക്കുന്നത്. ആ കത്ത് കോടതിയിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ കിം കദാഷി എന്ന് പറയുന്ന ആ സ്ത്രീ കോടതിക്ക് മുമ്പാകെ ഇപ്രകാരമാണ് ബോധിപ്പിച്ചത്: കത്തിലെ മനസ്സ് ഞാൻ തിരിച്ചറിയുന്നു. അതായത് 34 കോടി രൂപ വില വരുന്ന എൻ്റെ ആഭരണങ്ങൾ മോഷ്ടിച്ച ആ കള്ളൻ്റെ മനസ്സ് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. കിം കദാഷി എന്ന് പറയുന്ന ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന ആ സ്ത്രീ ഒരു ക്രിസ്ത്യാനിയാണെന്ന് തെളിയിച്ചു. കാരണം ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ ക്ഷമിക്കുവാൻ സാധ്യമാകൂ എന്ന് കോടതി മുറിയിൽ വെച്ച് ഈ സ്ത്രീ തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചതായ സന്ദർഭത്തിൽ കോടതി ഞെട്ടി. കാരണം 34 കോടി രൂപയുടെ ആഭരണങ്ങൾ കവർച്ച ചെയ്ത പ്രതിയോട് ക്ഷമിച്ചിരിക്കുന്നുവത്രേ. അപ്പോൾ കോടതിക്കും ലോകത്തിനും ഒരു സത്യം മനസ്സിലായി: ക്ഷമിക്കാൻ അസാധാരണമായ ധൈര്യം ഒരു മനുഷ്യന് ആവശ്യമത്രേ. അസാധാരണമായ ധൈര്യമില്ലാത്ത ഒരാൾക്കും ക്ഷമിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലായിരുന്ന റോബർട്ട് മുള്ളർ ഒരിക്കൽ പറഞ്ഞത്, സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ രൂപമാണ് മാപ്പ് നൽകലെന്ന്. ഒരിക്കൽ കൂടി നമുക്ക് ആവർത്തിച്ച് പറയാം: സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ മനോഹരമായ രൂപമാണ് മാപ്പ് നൽകൽ എന്ന് പറഞ്ഞത് റോബർട്ട് മുള്ളറാണ്.
അദ്ദേഹം UN-ലെ തത്വജ്ഞാനി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ തത്വജ്ഞാനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന UN-ലെ റോബർട്ട് മുള്ളർ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു വയ്ക്കുകയാണ്, മനുഷ്യ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ ജീവിതത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ കാൽവരിയുടെ കുരിശിനെ അനുഗമിക്കുന്നവരാണെങ്കിൽ ക്ഷമിക്കുക എന്ന് പറയുന്ന ഒരു പുണ്യകർമ്മം ജീവിതത്തിൽ നിർവഹിക്കുവാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് പ്രതിഫലമായിട്ട് എന്താണ് ലഭിക്കുന്നത്? മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ പ്രതിഫലമായി ലഭിക്കുന്നത് അതിരില്ലാത്ത സമാധാനവും സമാനതകളില്ലാത്ത സന്തോഷവുമാണ്. അപ്പോൾ സമാനതകളില്ലാത്ത സന്തോഷവും അതിരില്ലാത്ത സമാധാനവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുവെങ്കിൽ പൂർണ്ണ വിനയത്തോടെ, സൗമ്യതയോടെ, ദീർഘക്ഷമയോടെ, സ്നേഹത്തിൽ പരസ്പരം ക്ഷമിക്കണമെന്നുള്ള അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെ മഹത്തായ ഈ പ്രബോധനം ജീവിതത്തിലേക്ക് പകർത്തുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് സാധിച്ചാൽ സ്വസ്ഥമായിട്ട്, സമാധാനമായി, സന്തോഷമായി നമുക്ക് കിടന്ന് ഉറങ്ങാൻ സാധ്യമാകുമെന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.